പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ 4 ചങ്ങാതിമാർ ഒരു ഹോട്ടലിൽ ഒത്തുകൂടി അവർ ഒരു തീരുമാനമെടുത്തു. കൃത്യം 40 വർഷം കഴിഞ്ഞ് നമ്മൾ ഇന്നേ ദിവസം ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് വീണ്ടും ഒത്തുകൂടണം. നമ്മളിൽ അവസാനം വരുന്നയാൾ ബില്ല് കൊടുക്കണം എന്നായിരുന്നു വ്യവസ്ഥ. ഇത് കേട്ടുനിന്ന വെയിറ്റർ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അന്ന് ഞാൻ നിങ്ങൾക്ക് സെർവ് ചെയ്യും. 40 വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഒരു വൈകുന്നേരം ആ പഴയ ഹോട്ടലിലേക്ക് അവർ 3 പേർ നടന്നെത്തി. അവരെ സ്വീകരിച്ചത് ആ ഹോട്ടലിന്റെ ഇന്നത്തെ മുതലാളിയായിരുന്നു. അന്നത്തെ പഴയ വെയിറ്റർ ഇന്നത്തെ ഹോട്ടലിന്റെ മുതലാളിയാണ്. എന്നാൽ നാലാമനായി അവർ കാത്തിരുന്നെങ്കിലും അയാൾ വന്നില്ല. ഭക്ഷണം കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ മാനേജർ പറഞ്ഞു, ബില്ല് മുൻകൂട്ടി അടച്ചു കഴിഞ്ഞല്ലോ. അപ്പോഴാണ് ഒരു യുവാവ് അവരുടെ അടുത്തേക്ക് വന്നത്. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ 4ാമത്തെ സുഹൃത്തിന്റെ മകനാണ്. എന്റെ അച്ഛൻ മരിച്ചുപോയി. പക്ഷേ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു. നിങ്ങൾ ഒന്നിക്കുന്ന ദിവസം ഇവിടെ എത്തി ആ ബില്ല് പേ ചെയ്യണമെന്ന്. ഇത് കേട്ട് യഥാർത്ഥത്തിൽ തളർന്നുപോയ സുഹൃത്തുക്കളിൽ ഒരാൾ പറഞ്ഞു, നമ്മൾ എന്തിനാണ് ഒന്നിച്ചിരിക്കാൻ ഈ 40 വർഷം കാത്തിരുന്നത്? ഇതിൽ നിന്നും നമ്മെ പഠിപ്പിക്കുന്ന ചില ജീവിത ചിന്തകളുണ്ട്. നമ്മുടെയൊക്കെ പ്ലാനുകളും ലക്ഷ്യങ്ങളും കോടികളുടേതാകാം. പക്ഷേ രാത്രി കിടന്നുറങ്ങിയാൽ നേരം വെളുപ്പിക്കുമെന്നോ രാവിലെ ഇറങ്ങിയാൽ രാത്രി തിരിച്ചെത്തുമോ എന്നുള്ളതിന് എന്ത് ഉറപ്പാണുള്ളത്? ജീവിതം എന്നത് ഒരു വാറണ്ടി കാർഡും ഇല്ലാത്തതാണ്. വയസ്സ് കൂടുന്നു എന്നതിനർത്ഥം ഭൂമിയിലെ നമ്മുടെ ആയുസിന്റെ കാലാവധി കുറയുന്നു എന്നാണ്. ഓരോ ജന്മദിനവും ഓരോ ഓർമ്മപ്പെടുത്തലാണ്. സ്വന്തം ഈഗോയുടെ അതിർവരമ്പുകൾ തകർത്തെറിയാൻ കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുന്ന ഓരോ നിമിഷവും ആഘോഷമാണ്. കാത്തിരിപ്പുകൾക്ക് അറുതി വരുത്താൻ സമയമായി. രാവിലെ തുടങ്ങിയ വഴക്ക് വൈകുന്നേരമെങ്കിലും തീർത്തുകൂടെ? ഇഷ്ടമുള്ളവരെ കാണാനും അവരോട് സംസാരിക്കാനും എന്തിനാണ് ശുഭമുഹൂർത്തം? ഒരു നല്ല വാക്ക് പറയാൻ മരണം വരെ കാത്തിരിക്കണോ? ഓർക്കുക, കലണ്ടറിലെ തീയതി നോക്കി മാറ്റിവെക്കാൻ മാത്രം സുസ്ഥിരമല്ല നമ്മുടെയൊക്കെ ആയുസ്. ഉള്ള കാലം അഹങ്കാരവും ആർത്തിയും വെടിഞ്ഞ് സ്നേഹത്തോടെയും വിനയത്തോടെയും ജീവിക്കുക. കാരണം നാളെ നമ്മളിൽ ആര് ബാക്കിയുണ്ടാകുമെന്ന് ആർക്കറിയാം? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്